എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഇൻല മേരി ജോബ്സൺ, ആയുർജൻ ക്ലിനിക്, പത്തനംതിട്ട, എറണാകുളം. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഒരു സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, സ്കിറ്റ്സോഫ്രനിയ. ഇത് സ്പെല്ലിങ് ഈ കാണുന്നതാണ് വരുന്നത് എങ്കിലും നമ്മളിത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് സ്കിറ്റ്സ് സോ ഫ്രേ നിയ. അതാണ് സ്കിറ്റ്സോഫ്രനിയ. ഇത് ഒരു മെന്റൽ ഡിസോർഡർ ആണ്. കുറച്ചും കൂടി ഒരു ക്രോണിക് ലെവൽ അല്ലെങ്കിൽ ദീർഘകാലം നിൽക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ കൂടിയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ആൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെയാണ് ആൾക്ക് ഫീൽ ആകുന്നത്, ആൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതായത് ബിഹേവിയർ, ഈ കാര്യങ്ങളെയൊക്കെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് സൈക്കോസിസ് ലക്ഷണങ്ങളായിട്ടുള്ള ഹാലൂസിനേഷൻ, ഡെലൂഷൻ, അബ്നോർമൽ ആയിട്ടുള്ള തിങ്കിങ്, അബ്നോർമൽ ബിഹേവിയർ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. സൈക്കോട്ടിക് എന്ന് പറയുന്നത് ഒരു സൈക്കാട്രിക് കണ്ടീഷനാണ്. ഒരു വ്യക്തി അവരുടെ റിയാലിറ്റിയിൽ നിന്ന് അകന്നു പോകുന്നതിനെയാണ് നമ്മൾ സൈക്കോട്ടിക് എന്ന് പറയുക. അതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഒരാള് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, കാണുന്നതും അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നതും ആണ് ഹാലൂസിനേഷൻ. സത്യത്തിൽ അവർ കാണുന്നതായിട്ടുള്ളതും കേൾക്കുന്നതായിട്ടുള്ളതും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും റിയൽ ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കില്ല. പക്ഷെ ഇവർക്ക് അത് റിയൽ ആയിട്ട് നടക്കുന്നത് പോലെ തോന്നുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെലൂഷൻ ആണ്. ഡെലൂഷൻ എന്ന് പറയുന്നത് റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, പക്ഷെ ആ കാര്യങ്ങളിലൊക്കെ അമിതമായിട്ടുള്ള ഒരു ഫോൾസ് ബിലീഫ്, ഇതിനെയാണ് ഡെലൂഷൻ എന്ന് പറയുക. പിന്നെ ഡിസോർഗനൈസ്ഡ് തിങ്കിങ്ങിലോട്ട് വരുമ്പോൾ ഈ ആൾക്കാരിൽ കുറച്ചും കൂടി അവർക്ക് കൺഫ്യൂഷൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ അത് കാര്യങ്ങൾ വാക്കുകളൊക്കെ തെറ്റി വരിക, പിന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. പിന്നുള്ളതാണ് അബ്നോർമൽ ബിഹേവിയർ. ഇവർക്ക് സ്വന്തമായി ആ ഒരു പോസ്ചർ നിലനിർത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ പേഴ്സണൽ ഹൈജീൻ കാര്യങ്ങളിലൊക്കെ ആയിട്ടും വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. പിന്നെ അബ്നോർമൽ മൂവ്മെന്റ്സ്, അത് മസിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അബ്നോർമൽ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഈ ഒരു മെന്റൽ ഡിസോർഡർ സ്ത്രീകളെ തന്നെയാണെങ്കിലും പുരുഷന്മാരെ തന്നെയാണെങ്കിലും ഈക്വലി എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഒരു 1000ന്റെ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ 1000ന്റെ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 1% ഈ ഒരു മെന്റൽ ഡിസോർഡർ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ 10,000ന്റെ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 1 മുതൽ 4 പേരിലാണ് നമുക്ക് ഈ ഒരു അസുഖം കാണാനായിട്ട് സാധിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോർമലി ബിഹേവ് ചെയ്ത അല്ലെങ്കിൽ അതിനു മുന്നേ പാസ്റ്റിൽ ഒരു സൈക്കാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ പ്രശ്നങ്ങളില്ലാത്ത ഒരാളിൽ കുറച്ച് മാസങ്ങളായി അബ്നോർമൽ ബിഹേവിയർ, അതായത് ആളുടെ ബിഹേവിയറിൽ വരുന്ന വളരെ അധികം ചേഞ്ചുകൾ, അതുവരെ നന്നായി ജോലിക്കൊക്കെ പോയിരുന്ന നല്ല ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്ന ആളായിരിക്കാം, കുറച്ച് മാസങ്ങളായിട്ട് പയ്യെ പയ്യെ ആ ഒരു ഫാമിലി മെമ്പേഴ്സിനായിട്ട് അധികം സംസാരിക്കുന്നില്ല, റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് തുടങ്ങുന്നു, പിന്നെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങണം. അതിപ്പം ആൾക്ക് ചെറിയ ഫോൾസ് ആയിട്ടുള്ള കുറെ ബിലീഫുകൾ ഉണ്ട്. ഇപ്പൊ ഡിലൂഷൻ രീതിയിൽ നോക്കുവാണെങ്കിൽ സ്വന്തം ഫാമിലി തന്നെ ആളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ബിലീഫ്. പക്ഷെ ആൾ അതിൽ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഫാമിലി മെമ്പേഴ്സ് ആളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ കൊല്ലാനായിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു പുള്ളി ഉറച്ച് വിശ്വസിച്ച് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുക. പയ്യെ ഫാമിലി മെമ്പേഴ്സിനെ ആയിട്ട് അധികം ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ഉറക്കത്തിലൊക്കെ വളരെയധികം വ്യത്യാസം വരിക, എപ്പോഴും ഫാമിലി മെമ്പേഴ്സ് ആളെ ഒരു ഉപദ്രവിക്കാനായിട്ടോ, ഈവൻ ഫാമിലി മെമ്പേഴ്സ് ആവണമെന്നില്ല, ചിലപ്പോൾ നെയ്ബേഴ്സ് കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ആളെ എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുവാണ് ആളെ ഉപദ്രവിക്കാനായിട്ട്. അതുപോലത്തെ ഫോൾസ് ആയിട്ടുള്ള ബിലീഫുകൾ, ഇത് റിലേറ്റഡ് ആയിട്ട് ആളിൽ വരുന്ന മാറ്റങ്ങൾ, ശരിക്കും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നേ ഉണ്ടാവില്ല, പക്ഷെ പുള്ളി തന്നെ അത് വിശ്വസിച്ച് ഇരിക്കുകയാണ്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു വ്യത്യാസങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുന്നത് ഏറ്റവും അധികം ആളെയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. നമുക്ക് മെയിൻ ആയിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പോസിറ്റീവ് സിംറ്റംസ്, രണ്ടാമത്തേത് നെഗറ്റീവ് സിംറ്റംസ്, അതുപോലെ തന്നെ കോഗ്നേറ്റീവ് സിംറ്റംസ്. ഇതിൽ പൊതുവെ പോസിറ്റീവ് സിംറ്റംസ് നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിലും പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടും എളുപ്പമായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. നെഗറ്റീവ് സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് സിംറ്റംസ് നമുക്ക് വേഗം തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. കോഗ്നേറ്റീവ് സിംറ്റംസ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ ആക്ടിവിറ്റീസ്, ഇതിൽ വരുന്ന മാറ്റങ്ങളാണ്. പോസിറ്റീവ് സിംറ്റംസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹാലൂസിനേഷൻ, അതായത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കേൾക്കുക, കാണുക, ഫീൽ ചെയ്യുക. പിന്നെ ഡെലൂഷൻ എന്ന് പറയുന്നത് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബിലീഫ്, അത് ശരിക്കും റിയാലിറ്റി ആയിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല,
അബ്നോർമൽ ബിഹേവിയർ, അതുപോലെ തന്നെ ഡിസോർഗനൈസ്ഡ് തിങ്കിങ്. ഈ 4 കാര്യങ്ങളാണ് പോസിറ്റീവ് സിംറ്റംസിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ലക്ഷണങ്ങളിൽ വരുന്നത്. എഗെയിൻ ഈ പോസിറ്റീവ് സിംറ്റംസിൽ നമുക്ക് ഡെലൂഷന് കുറച്ചും കൂടി കാറ്റഗറീസ് ഉണ്ട്. അത് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നെഗറ്റീവ് സിംറ്റംസിലോട്ട് പോകാം. നെഗറ്റീവ് സിംറ്റംസ് ആണ് കുറച്ചുകൂടി നമുക്ക് തിരിച്ചറിയാനായിട്ടും ലേറ്റ് ആകുന്നതും പാടുള്ളതും. ഈ നെഗറ്റീവ് സിംറ്റംസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇമോഷണൽ ഫ്ലാറ്റ്നെസ്. അതായത് പതിയെ പതിയെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും കുറഞ്ഞു വരിക. പിന്നെ സോഷ്യൽ വിഡ്രോവൽ. പണ്ട് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്തിരുന്ന ആളായിരിക്കാം, പെട്ടെന്ന് ഇതെല്ലാം പയ്യെ പയ്യെ ആൾ അതിൽ നിന്നൊക്കെ മാറുന്നു, അധികം ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല, ഇന്ററാക്ഷൻസ് ഒക്കെ വളരെയധികം കുറഞ്ഞു വരുന്നു. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പയ്യെ ഉൾവലിഞ്ഞു പോവുക. അതുപോലെ തന്നെ മോട്ടിവേഷൻ കാര്യങ്ങളിലൊക്കെ വളരെയധികം കുറവ്. പണ്ട് നന്നായിട്ട് ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളായിരിക്കാം, പക്ഷെ ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് ആൾക്ക് ജീവിതത്തിനോടുള്ള ആ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു വരും. പിന്നെ സംസാരത്തിലാണെങ്കിലും ആളുടെ പേഴ്സണൽ ഹൈജീനിലാണെങ്കിലും ഒക്കെ വ്യത്യാസം വരിക. സംസാരം പതിയെ കുറഞ്ഞ ആളൊന്നും മിണ്ടാത്ത ഒരു അവസ്ഥയിലോട്ട് പോവുക, അല്ലെങ്കിൽ ആള് തനിയെ സംസാരിക്കുന്ന രീതിയിലോട്ട് പോവുക. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ആ ഒരു ക്ലെൻനെസ് കാര്യങ്ങൾ, ഡ്രസ്സ് ആണെങ്കിലും ഈവൻ അവരിയ്ക്കുന്ന പോസ്ചർ വരെ വളരെ അബ്നോർമൽ ആയിട്ട് പോകാൻ കാരണമാകുന്നുണ്ട്. ഇനി കോഗ്നേറ്റീവ് സിംറ്റംസിലോട്ട് പോകുവാണെങ്കിൽ അവിടെ അവർക്ക് ഓർമ്മശക്തിയുടെ കുറവ്, മെമ്മറി പവർ കുറഞ്ഞു വരിക, ഓർത്തെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങളെല്ലാം സംസാരിച്ച് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇപ്പൊ ചില സമയത്ത് വാക്കുകൾ അടുത്തത് കിട്ടാതെ വരുന്ന ഒരവസ്ഥ. പിന്നെ ഡിസിഷൻ മേക്കിംഗ് വളരെ പണ്ടത്തെ പോലെ അല്ലാതെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കുറച്ചും കൂടി പാടായിട്ട് വരുന്ന, ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു അവസ്ഥ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡെലൂഷനിലാണെങ്കിലും കുറച്ച് കാറ്റഗറീസ് ഉണ്ടെന്നുള്ളത്. അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് കൺട്രോൾ. ഇവര് ഈ ഒരു മെന്റൽ ഡിസോർഡർ ഉള്ള ആൾക്കാർ അവർ തന്നെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ബിലീഫാണ് അവരുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആളാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിൽ അവരുടെ തോട്ട് പ്രോസസ് ആയിരിക്കും, അവരുടെ സെൻസേഷൻ കാര്യങ്ങളായിരിക്കും, അവരുടെ ഫീലിങ്സ് ആയിരിക്കും. ഇതെല്ലാം ബാക്കി ഒരാൾ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ആളാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു വിശ്വാസം. നെക്സ്റ്റ് എന്ന് പറയുന്നത് തോട്ട് വിഡ്രോവൽ ആൻഡ് ഇൻസേർഷൻ ആണ്. ഡെലൂഷൻ ഓഫ് തോട്ട് വിഡ്രോവൽ ആൻഡ് ഇൻസേർഷൻ. അവർക്ക് മുൻപ് ഉണ്ടായിരുന്ന അവരുടെ ചിന്തകളാണെങ്കിലും ആ കാര്യങ്ങളെല്ലാം അവരുടെ മൈൻഡിൽ നിന്ന് കളഞ്ഞ് വേറെ പുതിയ ചിന്തകൾ അല്ലെങ്കിൽ വേറെ തോട്ട് പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ അവരിലോട്ട് ഇൻസേർട്ട് ചെയ്തു എന്നുള്ള ഒരു ബിലീഫ്. പിന്നെ ഉള്ള ഒരു കാര്യമാണ് ഡെലൂഷൻ ഓഫ് തോട്ട് ബ്രോഡ്കാസ്റ്റ്. അതായത് ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും പക്ഷെ ബാക്കിയുള്ളവർക്ക് അതെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത. പിന്നെ ഒരു കാറ്റഗറിയാണ് ഡെലൂഷൻ ഓഫ് റെഫറൻസ്. അതായത് ഇവരെ പറ്റി ബാക്കിയുള്ള ജനങ്ങളാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ ഇവരെ പറ്റി പറയുന്നുണ്ടെന്നുള്ളതും ഇവരെ കളിയാക്കി ചിരിക്കുക, ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, റേഡിയോ പോലത്തെ കാര്യങ്ങളിലൊക്കെ ഇവരെ പറ്റിയിട്ട് വരുന്നുണ്ടെന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോൾസ് ബിലീഫ്. പിന്നെ ഒരെണ്ണം ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ആണ്. ഇതിൽ ഇവരെ എപ്പോഴും ആൾക്കാർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് പോയിസൺ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, ഇവരെ എപ്പോഴും ഒരു ഹറാസ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ. ഇനി എങ്ങനെയാണ് നമുക്ക് സ്കിറ്റ്സോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പൊതുവെ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 2 3 ഉണ്ടെങ്കിൽ ഒരു മാസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കുക. എല്ലാ ലക്ഷണങ്ങളെല്ലാം ഇതിൽ പറയുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതൊരിക്കലും ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളുടെ ഉപയോഗം മൂലം ആയിരിക്കരുത്. ഇപ്പോൾ പണ്ട് ഒരു സൈക്കാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമൊന്നും ഇല്ല, പെട്ടെന്നാണ് ഈ ലക്ഷണങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല പകരം ഏതെങ്കിലും സബ്സ്റ്റൻസ് യൂസ് കാരണമാണ് ഇത് വരുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഇഷ്യൂസ് പോലെ നമുക്ക് ഇന്ന കാരണം കൊണ്ടാണ് സ്കിറ്റ്സോഫ്രീനിയ വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാം. അതിൽ മെയിനായിട്ട് ജെനറ്റിക് ഒരു ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ പോവേർട്ടി വരുമ്പോൾ കൂടുതലും ആ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാര്യങ്ങൾ കൊണ്ട് നമുക്കിത് വരാവുന്നതാണ്. പിന്നെ സ്മോക്കിംഗ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്,
ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് ഓക്സിജന്റെ അളവ് വളരെയധികം കുറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, പിന്നെ സെറിബ്രൽ രീതിയിലോട്ട് ബ്ലഡ് ഫ്ലോ വളരെയധികം കുറഞ്ഞാൽ, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ ഡോപ്പാമിൻ ആണെങ്കിലും സെറോട്ടോണിനിൽ വരുന്ന വ്യത്യാസം, ഇതൊക്കെയാണ് ഈ ഒരു സ്കിറ്റ്സോഫ്രെനിയ വരാനായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ. ഇനി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക? മെയിനായിട്ട് എപ്പോഴും ഒരു ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ അടുത്തോ പോയിട്ട് മാത്രം ഈ ട്രീറ്റ്മെന്റുകൾ എടുക്കാനായിട്ട് നോക്കുക. അതിൽ ആദ്യം തന്നെ ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് ഇതിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് തുടങ്ങുവാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങുന്നതായിരിക്കും വളരെ നല്ലത്. ലേറ്റ് ആകും തോറും നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് വരികയും ചെയ്യും. പിന്നെ ഡ്രഗ്സ് എടുക്കുമ്പോഴാണെങ്കിലും നെഗറ്റീവ് സിംറ്റംസ് മാറി വരാനായിട്ട് കുറച്ച് സമയം എന്തായാലും എടുക്കും. പിന്നെ എപ്പോഴും ചെറിയ ഡോസേജിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും സാധിക്കില്ല. അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് പോയതിനു ശേഷം പയ്യെ ആയിരിക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. മെഡിസിൻസിന്റെ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കാനായിട്ട് നോക്കുക. അത് ഓരോ വ്യക്തിയുടെ ഡോസേജിനനുസരിച്ച് മാത്രം കൊടുക്കുക. എത്ര ഡ്യൂറേഷൻ കാര്യങ്ങളാണെങ്കിലും അത് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മാത്രം ചെയ്യുക. പിന്നെ കുറച്ചും കൂടി വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ഇതിനെപ്പറ്റി കാര്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, ആ ഒരു വ്യക്തിക്ക് എങ്ങനെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഫാമിലി മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇനി ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അവർക്ക് അപ്രിസിയേഷൻ കൊടുക്കുക. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യത്തിലാണെങ്കിലും അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അവരെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എടുക്കാനായിട്ടും ശ്രമിക്കണം. പിന്നെ ആൽക്കഹോൾ ആണെങ്കിലും സ്മോക്കിംഗ് കാര്യങ്ങളുള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവർക്ക് കുറച്ചുകൂടി ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യും. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്താണ് സ്കിറ്റ്സോഫ്രീനിയ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി കാണും. നിങ്ങളുടെ അറിവിൽ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ഇതിന്റെ മിത്സ്, ഫാക്ട്സ്, അതുപോലെ തന്നെ കുറച്ച് അടുത്ത സൈക്കോട്രിക് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.